ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മീൻ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾ വീട്ടിലെത്തി ഇവിടെ കയറി വെറുതെ മീര അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ബുക്ക് എടുത്തിട്ട്. അപ്പോൾ ഇതാണ് വേണ്ട അച്ഛമ്മ, അമ്മ, അപ്പച്ചി. അപ്പോൾ ഇവരെല്ലാവരും ഞങ്ങൾ വരുന്നത് കൊണ്ട് ഇവർ മീനെല്ലാം വാങ്ങി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശത്തേക്ക് വന്നിക്കാണ്. ഇത് കൊല്ലം കരുനാഗപ്പള്ളി. എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ? ആലപ്പാട് പഞ്ചായത്താണ്. ഇത് 9ാം വാർഡ്. ഇവർക്ക് ഉപ്പുവെള്ളം ആയതുകൊണ്ട് ഇവിടെ കിണറില്ല. ഇതാണ് സംഗീതയുടെ ഊഞ്ഞാല്. സംഗീതയ്ക്ക് സ്വന്തമായിട്ട് ഊഞ്ഞാലുണ്ട്. ഞങ്ങൾ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയതായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരിവിടെ എത്തിയപ്പോഴത്തേനും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു മിനിമം ഒരു 10 ഇഡ്ഡലിയെങ്കിലും ഒരാൾ കഴിച്ചിട്ടുണ്ടാവും. ഇതാണ് പുഴ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ പുഴ കാണാം. കായൽ പുഴ അല്ല, കായൽ ആണ്. ഈ ഒരു പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കായലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അപ്പുറത്താണ് കടല്. ഇതല്ല കേട്ടോ, ഇപ്പുറത്താണ് കടല്. പഞ്ചായത്തിന്റെ വെള്ളമുണ്ട്, പ്രൈവറ്റ് വെള്ളമുണ്ട്. പ്രൈവറ്റ് വെള്ളത്തിൽ പോകണമെങ്കിൽ പൈസ കൊടുക്കണം. പഞ്ചായത്തിന്റെ വെള്ളത്തിൽ പോകണമെങ്കിൽ പഞ്ചായത്തുകാർ പൈസ കൊടുക്കും. പിന്നെ സാധാ പ്രൈവറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് പൈസ കൊടുക്കണം. വള്ളം അഥവാ തോണി. പക്ഷെ സംഗീത പറയുന്നത് ഇതും വള്ളമാണെന്നാണ് പറയുന്നത്. ഇത് മത്സ്യബന്ധനം. ഇതാണ് ഈ ദേശത്തെ പ്രധാന തോണിക്കാരൻ. ഞാൻ ആദ്യമായിട്ട് തോണിയിൽ പോവാണ്. ഇത് ഇവിടുത്തെ കടത്തു തോണിയാണ്. അക്കരയ്ക്ക് കടക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന തോണിയാണ്. ഇത് പഞ്ചായത്ത് തോണിയാണോ? ഇത് പ്രൈവറ്റ് തോണിയാണ്. ആദ്യമായിട്ട് തോണിയിൽ കയറിയതാണ്. ഇത്ര കംഫർട്ടബിൾ എല്ലാം തോന്നുന്നു മീര. ഇതാണ് ആലപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അമ്പലം. ഞാൻ നടന്നു വന്നപ്പോൾ അതാ ഒരു കടൽ. ഇവരെന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇവര് തൃശ്ശൂര്, വയനാട്, മലപ്പുറം. ഭയങ്കര കടൽക്ഷോഭാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഭയങ്കര കടലാണ്. മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് പോവുമായിരുന്നു. ഞങ്ങൾ നടന്ന് ഇവിടേക്കെത്തി. ഇവിടെ ആണെങ്കിൽ എന്താ, നമുക്ക് നൂൽപ്പാലത്തിൽ കൂടെ കയറാൻ പറ്റും. ഞങ്ങൾ നൂൽപ്പാലത്തിൽ പോവാണ്. അയ്യോ, കടൽപ്പാലം. ഇതാണ് നമ്മുടെ ഭാവന വീണ സ്ഥലം. കണ്ടില്ലേ, തകതിന്ന് പറഞ്ഞ് വീഴാൻ കുറേ സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കാരണം അവിടേക്കൊക്കെ പോയാൽ ഭയങ്കര ഡേഞ്ചറല്ല, എങ്ങാനും വീണ് കഴിഞ്ഞാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ നടന്നു പോയപ്പോൾ ഞങ്ങൾ ഇവനെ കണ്ടു. ഇവൻ ഉറങ്ങാണ്. അങ്ങനത്തെ പ്രതിമയാണോ? ഹലോ, ദാന പാറിയാലും മറ്റേ വഞ്ചിയിൽ കയറ്റാന്ന് പറഞ്ഞിട്ട് ഒരു എത്ര മണിക്കൂർ, 2 കിലോമീറ്ററായി ഞങ്ങൾ നടത്തും. ഈ സംഗീത ഇവിടെ എന്ന് പറയുമ്പോൾ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ഇവർ ആശുപത്രി പോകണമെങ്കിൽ വരെ ഇത്രയും നടന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ പോകുന്നത്. ബീച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ബ്ലാക്ക് സാൻഡ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ മാത്രമല്ല, ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. പിന്നെ ഇവിടെ മാങ്ങയുടെ മണാണ് ഇവിടുത്തെ ബീച്ചിന്. പഴുത്ത മാങ്ങയുടെ. ദീപ്തിക്ക് പക്ഷെ ചക്കയായിട്ടാണ് തോന്നിയത്. പഴുത്ത ചക്കയുടെ. ഞങ്ങളാണെങ്കിൽ ഗ്രാമത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പരിഷ്കാരമല്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര വിയേർഡായിട്ട്. 2 മണിക്കൂറായി ഞങ്ങൾ നടക്കുന്നു. ഈ സംഗീത പറഞ്ഞു ഇപ്പൊ ഞങ്ങളോട് സംഗീത പറഞ്ഞു
ഒരു വളവ് കഴിഞ്ഞാൽ എത്തുമെന്ന്. പക്ഷെ 2 മണിക്കൂറായി ഞങ്ങൾ നടക്കണം. ഇപ്പോഴാണ് ഈ വളവ് എത്തിയത്. സംഗീതയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. സംഗീതയുടെ അപ്പച്ചി. ഞങ്ങൾ പട്ടണത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എനിക്ക് വഞ്ചിയിലൊന്നും പോയിട്ട് ശീലമില്ല. അപ്പോൾ ഞങ്ങൾ കുട പിടിച്ചിട്ടാണ്. കാരണം ഭയങ്കര വെയിലാണ്. പക്ഷെ നല്ലൊരു അനുഭവമാണ്. കണ്ടോ, ഈ പിള്ളേരെ എവിടുന്നാ കയറിയെന്നറിയില്ല. ഞങ്ങൾ ഇപ്പോൾ കപ്പയും മീൻകറിയും കഴിക്കാൻ പോവാണ്. ജോസിനൊരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞൊരു 10 ഇഡ്ഡലി കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കപ്പയും മത്തിക്കറിയും കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൊതിയായി. അപ്പോൾ ഞങ്ങൾ പിന്നെയും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വയ്യാണ്ടായി വയറ് നിറഞ്ഞ് കിടക്കുമ്പോഴാണ് ചോറ് കഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ചോറും കൊഞ്ച് റോസ്റ്റും മീൻ വറുത്തതും മീൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂട്ടി കഴിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് വയറ് നിറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് ഹോസ്റ്റലിൽ പോയി.